പിന്നെ തൗബ ചെയ്യണം, പിന്നെയും തൗബ ചെയ്യണം, പിന്നെയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഇബ്ലീസിന് മനസ്സിലാകണം ഇവനെ ഇനി തെറ്റിയിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങണം. ഇബ്ലീസ് തോറ്റുപോകുന്നത് വരെ തൗബ ചെയ്യണമെന്ന്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇബ്ലീസ് അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ കയറി പോകുമ്പോ ഉറങ്ങിക്കിടക്കണ ഒരുത്തനെ സുബഹിക്ക് മുമ്പ് പോയിട്ട് ഇബ്ലീസ് വിളിച്ചുണർത്തിയിട്ട് പറയാടാ ചങ്ങാതി, സുബഹിക്ക് ബാങ്ക് വിളിക്കാറായി, എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. ഇബ്ലീസ് ഉറങ്ങുന്നവനെ വിളിച്ചുണർത്തിയിട്ട് പറയുന്നു, എഴുന്നേറ്റ് നിസ്കരിക്ക്, തഹജ്ജുദ് നിസ്കരിക്ക്. ഇത് കണ്ടപ്പോ മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി. സാധാരണ ഇവൻ കിടത്തി ഉറക്കാറില്ലേ പരിപാടി, ശൈത്താൻ മൂത്രം ഒഴിപ്പിച്ചിട്ട് ഉറക്കാറല്ലേ സുബഹി നിസ്കരിക്കാതെ പോലും. അപ്പൊ ഇബ്ലീസ് വിളിച്ചുണർത്തി കണ്ടപ്പോ ചോദിച്ചപ്പോ പറഞ്ഞത്, ഇന്നലെ ഞാൻ ഇവനെ ഉറക്കി. ഇന്നലെ ഇവനെ ഞാൻ ഉറക്കിയപ്പോ ഇവൻ ചെയ്ത പണി എന്തെന്നറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കാരവും ഖുർആൻ ഓതലും തൗബ ചെയ്യലും. പടച്ചവനെ, അതിനേക്കാളും നല്ലത് ഇവൻ 2 റക്അത്ത് നിസ്കരിക്കുന്നതാ. വിളിച്ചുണർത്തി വിട്ടണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കാരവും ദുആയും തൗബ, ഇത് മാത്രമേ ഉള്ളൂ. കരച്ചലോടെ കരച്ചല്. ഇവൻ നിസ്കരിച്ചിരുന്നെങ്കിൽ 2 റക്അത്തിന്റെ പ്രതിഫലേ കിട്ടത്തുള്ളൂ. നിസ്കരിക്കാതിരുന്ന അള്ളാഹ് ഇവന്റെ എല്ലാ പാവവും പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് വിളിച്ചു വിട്ടേന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇമാമിന്റെ ആമീൻ വലല്ലാലീൻ ആമീൻ എന്ന് പറയുമ്പോൾ നീയും പറയണം, മലക്കുകളുടെ ആമീനുമായിട്ട് നിന്റെ ആമീന് യോജിച്ച നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹു നിന്നെ ശുദ്ധീകരിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഞാൻ വിശദീകരിക്കുന്നില്ല. 3 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടാൻ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടാൻ 3ാമത്തെ നന്മ എന്തെന്നറിയോ? عن أم الدرداء رضي الله تعالى عنه قالت حدثني سيدي أنه سمع رسول الله صلى الله عليه وسلم يقول من دعا لأخيه بظهر الغيب قال الملك المؤكل به آمين ولك بمثلي. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മലക്കുകളുടെ ദുആ കിട്ടുന്ന 3ാമത്തെ വിഭാഗമാരാ. പഠിക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിന്റെ സഹോദരൻ നിന്റെ അടുക്കലില്ല. നിന്റെ സഹോദരൻ അടുത്തില്ലാത്ത സമയത്ത് നിന്റെ സഹോദരന് വേണ്ടി നീ ദുആ ചെയ്താൽ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയിലെ ഉസ്താദിനെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഞാൻ ദുആ ചെയ്യും, അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. ഉസ്താദ് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ? എങ്കിൽ പള്ളിയിലെ ഉസ്താദ് എന്നോട് എനിക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. ഉസ്താദിന് ഞാനില്ല, ഉസ്താദ് ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്യുക. നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ സഹോദരൻ നമ്മുടെ കൂടെ ഇല്ലാത്ത സമയത്ത് അവന് വേണ്ടി ദുആ ചെയ്യുക. അവന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ ചെയ്യാറുണ്ടോ? അവൻ കൊത്തുവാള എടുക്കണേന്ന് നമ്മൾ ചെയ്യും. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് യതീഖാനയിലായി കാണണമെന്നുള്ള ആഗ്രഹം നമുക്കുള്ളൂ. നമ്മൾ ചെയ്യാറുണ്ടോ? ഒന്ന് ആലോചിക്കേ. എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ അങ്ങനല്ല. ഒരാൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഒരാൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത കാലം, അസൂയ ഉണ്ടാകുന്ന കാലം. ഒരു ചെറുപ്പക്കാരൻ ഒരു കഥ പറഞ്ഞു. ഒരു കഥയാണ്. പണ്ട് ഗൾഫ് നാടിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഞണ്ടുകളുടെ ഒരു പ്രദർശനം നടന്നു. ഞണ്ടല്ലേ, അറിയോ? ഞണ്ടിനെന്താ? എടഞ്ചി, മനസ്സിലായ? എനിക്ക് കടിക്കുന്ന സാധനല്ലേ? അപ്പൊ ഇത് പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുപ്പിക്കകത്തിട്ടിരിക്കുക, അടച്ചു വെച്ചിരിക്കുന്നു. എല്ലാത്തിന്റെ കയ്യും കാലും കെട്ടിവെച്ചിട്ടുണ്ട്. എന്നാ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ കൊണ്ടുപോയ ഞണ്ടിന്റെ പാത്രം അടച്ചിട്ട് പോലും ഇല്ല. എല്ലാ ഞണ്ടിന്റെയും കയ്യും കാലും കെട്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഞണ്ടിന്റെ പാത്രം അടച്ചിട്ടില്ല, തുറന്നിട്ടിരിക്കുക. അപ്പൊ ആരോ ചോദിച്ചു, എന്തേപ്പ എല്ലാം അടച്ചിട്ടിരിക്കുന്ന? അമേരിക്കയുണ്ട്, ചൈനയുണ്ട്, എല്ലാ രാജ്യത്തിന്റെ പാത്രം അടച്ചു വെച്ചിരിക്കണ്, എന്തപ്പ നമ്മുടെ നാടിന്റെ മാത്രം അടച്ചു വെക്കാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഞണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി വലിഞ്ഞു മുകളിൽ കയറിയ താഴെ നിൽക്കുന്നവൻ തന്നെ വലിച്ചു തറയിലിട്ടേക്കുന്നു. അതാ
ഒരാള് നന്നാകുന്നത് മറ്റൊരുത്തന് ഇഷ്ടമില്ലാത്ത കാലം. അസൂയാണ് നമുക്ക്. ഒരിക്കലും അസൂയ വെക്കരുത്. അസൂയ വെക്കുന്നതിന്റെ അർത്ഥം എന്തെന്നറിയോ? അല്ലാ, നീ കാണിച്ചത് ശരിയായില്ല, അവന് മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല. അതിനർത്ഥം എന്താ? അല്ല, അവൻ ചെയ്യുന്ന അതേ ജോലിയല്ലേ ഞാനും ചെയ്യണേ. ഓനും ഗൾഫിൽ പോയി, ഞാനും ഗൾഫിൽ പോയി. ഓൻ വീടും വെച്ച് വണ്ടി എടുത്തു, എനിക്കൊന്നുമില്ലല്ലോ അല്ലാ, നീ കാണിച്ചത് ശരിയല്ലല്ലോ അല്ലാ. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അസൂയക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഒരിക്കലും അസൂയ വെക്കരുത്. അസൂയ വെക്കുന്നവന്റെ കാര്യം കട്ട പുകയാ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ബോറടിക്കരുത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മളിൽ ചില ആൾക്കാർ എന്ത് കച്ചവടം ചെയ്താലും രക്ഷപ്പെടും. എന്തു ബിസിനസ് ചെയ്താലും ഓൻ രക്ഷപ്പെടും. ഓൻ വിചാരിക്കണ എന്താ? എന്റെ താടി കണ്ടിട്ട് അള്ള തന്നതാ, എന്റെ നിസ്കാര തഴമ്പ് കണ്ടിട്ടല്ല, അള്ളാഹിക്ക് എന്നോട് എന്തോ പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ടാ. എന്ത് കച്ചവടം ചെയ്താലും ഓൻ അഭിവൃദ്ധി. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഉദാഹരണം ഞാൻ സഹിതം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കടയുടെ ഓപ്പോസിറ്റ് ആർക്കെങ്കിലും ഒരു കടയുണ്ടെന്ന് വിചാരിക്കാം. നിന്റെ കടയിൽ കച്ചവടമില്ല, അവന്റെ കടയിൽ കച്ചവടമുണ്ട്. നീ എന്ത് ചെയ്യും? എപ്പോ നോക്കിയാലും അവന്റെ കടയിൽ നോക്കിയിരിക്കുക. എന്തല്ല, ഓന്റെ കടയിൽ മാത്രം ഇത്ര ആള് പോകുന്നത്? പടച്ചവനെ, ഓനും കൂടെ എങ്ങനെയെങ്കിലും ആളൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ. ഇങ്ങനെ അസൂയ, നമ്മൾ ഇങ്ങനെ അസൂയ വെച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ ഒരു കടയുണ്ടായിരുന്നുള്ളൂ, അപ്പൊ ഒന്നുകൂടെ നിന്റെ മുന്നിൽ തുറക്കും. അവൻ ഒരു കട കൂടെ നിന്റെ മുന്നിൽ തുറക്കും. ഉണ്ടായിരുന്ന നിന്റെ കട പൂട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, അള്ളാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹ് അവനെ വളർത്തി കാണിക്കും. അള്ളാഹ് നിന്റെ കണ്ണിന്റെ മുന്നിൽ ഓനെ വളർത്തി കാണിക്കും. അൽഹംദുലില്ലാ, നമ്മളെ കുറിച്ചൊക്കെ എന്തൊക്കെ പറയുന്നില്ല, അസൂയല്ലേ. ഇന്ന് വന്നപ്പോ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സിറാജ് ഉസ്താദെ, നിങ്ങളുടെ ഡേറ്റ് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു 40,000 രൂപ തരുവാണെങ്കിൽ ഡേറ്റ് മേടിച്ചു തരാം. ഞാൻ അയാളോട് ചോദിച്ചു, ആ പറഞ്ഞവനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? കാരണം എനിക്കൊന്ന് കാണാനുള്ള ആഗ്രഹം കണ്ട. 40,000 രൂപ തരുവാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് മേടിച്ചു തരാമെന്ന് ഒരുത്തം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പഠിച്ചവനെ, അതിന്റെ പകുതി എനിക്ക് തന്നാൽ മതി, ഞാൻ ഡേറ്റ് തരാമെന്ന്. കാരണം 40,000 രൂപ ഏജന്റിന്, നിങ്ങൾ ചിന്തിച്ചു വയ്ക്കുക. ആ ഡേറ്റ് മേടിച്ചു കൊടുത്ത അള്ളാഹ് അവന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഒരാമീൻ പറ. നിങ്ങൾക്ക് ബുദ്ധി വല്ലതും ഉണ്ടോ? ബുദ്ധിമുട്ടില്ല, ഒരാമീൻ പറ. കാരണം എന്തേ? അങ്ങനെയുള്ളവരുണ്ടെങ്കിലേ നമുക്ക് വളർച്ചയുള്ളൂ. എടാ, ഇങ്ങനെ അസൂയ വെക്കുമ്പോ ഓരോ മനുഷ്യനെ തകർക്കാൻ നോക്കുമ്പോ അള്ളാഹ് അവരുടെ മുന്നിൽ നമുക്ക് ഇൽമുണ്ട്. ഇരിക്കണ ഉസ്താദന്മാരുടെ അത്ര ഇൽമുണ്ട് നമുക്കൊന്നും ഇല്ലപ്പ. ഇരിക്കണ പണ്ഡിതന്മാര് കിതാബ് ഓതുന്നു, നമുക്കെന്തോ അറിയാം. മൈക്കിന്റെ മുന്നിൽ നിന്ന് വയത് പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. എങ്കിലും അള്ളാഹു നമുക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം തരുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവ് കൊണ്ടൊന്നും അല്ല. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്, അത് വേറെ ആർക്കോ ഉള്ള പണിയാ. അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മൾ അങ്ങനെ കാണേണ്ടത്. അള്ളാഹു, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് എനിക്ക് സങ്കടം തോന്നിപ്പോയി, പറച്ചൻ അങ്ങനത്തെ ആൾക്കാരുണ്ടോപ്പാ? അധ്വാനിച്ച് ജീവിക്കുക സഹോദര. എന്തിനാവശ്യമില്ലാത്ത പണിക്കൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡേറ്റ് വേണമെങ്കിൽ വല്ലാഹി എന്നോട് തന്നെ ചോദിക്കണം. വേറെ ആരോട് വെച്ചാലും കിട്ടില്ല. എന്നോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഡേറ്റ് വെച്ചിട്ട് തരാത്തതിന്റെ ദേഷ്യം മാത്രമേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു റിസ്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഞാൻ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അസൂയ വെക്കരുത്. ഒരിക്കലും അസൂയ വെക്കരുത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കണം? നമുക്ക് നഷ്ടമുണ്ടാകാനുള്ള കാരണം നമ്മുടെ നാവ. ഒരു ഉദാഹരണം ഞാൻ പറയാം. പലരും പറയുന്നു, ഉസ്താദ് നല്ല കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ കച്ചവടമില്ല. ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു, അള്ളാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അതിന്റെ കാരണം എന്താ? നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നാശത്തിന്റെ കാരണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇട, നിന്റെ കടയിൽ കച്ചവടം ഉണ്ടെങ്കിൽ നീ എന്തിനാ മറ്റുള്ളവരോട് പറയണേ? നിന്റെ കടയിൽ കച്ചവടം ഉണ്ടെങ്കിൽ നീ എന്തിനാ മറ്റുള്ളവനോട് പറയുന്നത്? നീ എന്താ പറയണത്? അളിയ, നല്ല കച്ചവടവാ, 25,000 കിട്ടും, ഒരു മാസം 2 ലക്ഷം രൂപ വരുമാനമുണ്ട്, സുഖവാളിയ. അവൻ ചോദിച്ചോ നിന്നോട്? അവൻ നിന്നോട് ചോദിച്ചോ? പറഞ്ഞങ്ങാതി. ചിലര് പറയണെന്ത്? എടാ, 2 ലക്ഷം രൂപയുണ്ടടാ ഒരു മാസം ലാഭം. എന്നാ അൽഹംദുലില്ലാ. എടാ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ച അറബികളോട് ചോദിക്കുക, എന്തുണ്ട്? അൽഹംദുലില്ലാ. കച്ചവടം ഉണ്ടോ? അൽഹംദുലില്ലാ. കച്ചവടം ഇല്ലേ? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറ, നീ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മറിച്ച് നിൻ നാവിനെ സൂക്ഷിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിങ്ങൾ ചരിത്രം നോക്ക്. ഇതൊന്നും കള്ളമല്ലല്ലോ, ഹദീസല്ലേ. ഒരു സഹാബി ഉടുപ്പൂരുകയാ. ഒരു സഹാബി ഇട്ടിരുന്ന വസ്ത്രം ഇങ്ങനെ ഊരുമ്പോ പുറകിൽ നിന്ന സഹാബി ബോഡി കണ്ടിട്ട് പറഞ്ഞു, എന്ത് ബോഡിയാവുള്ളാന്ന്. വസ്ത്രം ഊരിയപ്പോ പുറകിൽ നിന്ന സഹാബി പറഞ്ഞു, എന്തൊരു ബോഡിയാ പടച്ചവനെ.
ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണോ സഹാബി. നിന്ന നിപ്പിന് താഴെ വീണോ. എടുത്തുകൊണ്ടില്ല ഹദറത്ത് റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോയി. മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോയി പ്രവാചകൻ ഒതുവെടുത്തിട്ടുള്ള വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് കുടഞ്ഞു. അപ്പോഴാ ബോധം വന്നേ. അപ്പോഴാ പറഞ്ഞത് അൽ ഐനു ഹഖുൻ, കണ്ണീർ സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില വീടിന്റെ മുന്നിൽ നല്ല തെങ്ങിങ്ങനെ തേങ്ങ ഇങ്ങനെ കൊലച്ച് നിൽക്ക. അപ്പോഴാ ഒരു ഉപ്പാപ്പ ഇങ്ങനെ നടന്നു പോയപ്പോ പറയാ, എന്തുവാ അല്ലാഹ് ഈ നിൽക്കണത്, സുബ്ഹാനല്ലാഹ്. ഒരു 2 മാസം കഴിഞ്ഞ് അതിലേ പോയ അങ്ങനെ ഒരു തെങ്ങ് പോലും നമുക്ക് കാണാൻ പറ്റൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അസൂയ വെക്കാൻ പാടില്ല ആരോടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് എഴുതിയത് നിനക്ക്, അവൻ എഴുതിയത് അവന്, വേറെ ആർക്കും കിട്ടൂല. എന്റെ പേരെഴുതിയത് നിങ്ങൾക്ക് ആർക്കും കിട്ടൂല, നിങ്ങളുടെ പേരെഴുതിയത് എനിക്കും കിട്ടൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ, മറ്റുള്ളവർക്ക് വേണ്ടി അവൻ ഉണ്ടോ ഇല്ലേ, നീ ദുആ ചെയ്യ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് 160 കോടി ജനങ്ങളുണ്ട്. 160 കോടി ജനങ്ങളുണ്ടെന്ന് പറയുന്നു. ഏകദേശം 140ഓളം കോടി മുസ്ലിമീങ്ങളുണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഞാനൊരു ദുആ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഞാനൊരു ദുആ പറഞ്ഞു തരാം. ഈ ദുആ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ 140 കോടി നന്മ നിങ്ങൾക്ക് കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ, ഈ ലോകത്ത് എത്ര മുസ്ലിമുണ്ടോ, ആ മുസ്ലിമിന്റെ തല എണ്ണത്തിന് പകരം നിനക്ക് അള്ളാഹു പ്രതിഫലം തരും. ഞാൻ പറയുന്ന ഒരു ദുആ ചെയ്താൽ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 160 കോടി മുസ്ലിമീങ്ങൾ ലോകത്തുണ്ടെങ്കിൽ 160 കോടി നന്മ ലഭിക്കും. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു നന്മ പറഞ്ഞു തരട്ടെ, ചെയ്യോ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ, ചെയ്യോ? ചെയ്യോ? പൈസ ഒന്നും വേണ്ട മനുഷ്യ. 160 കോടി നന്മ ഒറ്റ ഒരു ദുആയിൽ കിട്ടും. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഉറക്കെ പറ, ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് പറ, ഉറക്കെ ഇൻഷാ അല്ലാഹ് പറ. സൗണ്ട് ഇല്ല, മറ്റേ ജയ് വിളിക്കുമ്പോഴേ സൗണ്ട് ഉള്ളൂ. ഒന്ന് പറ. അവസാനം പറഞ്ഞാ പോരെ? അവസാനം പറഞ്ഞാ പോരെ? വേണ്ട. എന്ത്? നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. നമ്മളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ദുആ ചെയ്യുമ്പോ എന്ത് ദുആ ചെയ്യണം? എന്ത് ദുആ ചെയ്യണം? അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. എടാ, സ്വന്തം കാര്യം മാത്രം ചോദിച്ചാൽ പോരാ. അല്ലാ, എനിക്ക് പൈസ തരണമല്ല, എനിക്ക് ആരോഗ്യം തരണമല്ല, എനിക്ക് സമാധാനം തരണമല്ല, എനിക്ക് മക്കളെ തരണമല്ല, എനിക്ക് മാത്രം ആവരുത്. അല്ലാഹുവേ, നീ ലോക മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ. ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നീ ദുആ ചെയ്താൽ ഓരോ മുസ്ലിമിന്റെയും തല എണ്ണത്തിന് പകരം അല്ലാഹു നിനക്ക് നന്മ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനോട് പറയണം, അല്ലാഹ് പടച്ചവനേ, ലോകത്തുള്ള എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. എല്ലാവരോടും നീ കരുണ കാണിക്കണേ അല്ലാ. എല്ലാവർക്കും സമാധാനം കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്താ പടച്ചവനേ, ഓരോ മനുഷ്യന്റെ തലക്കനുസരിച്ച് അല്ലാഹു നിനക്ക് പൊറുതിന്റെ നിനക്ക് നന്മ എവിടെ നിന്ന് എഴുതപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, നിന്റെ കൂട്ടുകാരൻ നിന്റെ കൂടെ ഇല്ലാത്ത സമയത്ത് നീ അവന് വേണ്ടി ദുആ ചെയ്യൂ. പടച്ചവനെ, എന്റെ കൂട്ടുകാരനും നീ പടച്ചവനെ ജോലി കൊടുക്കണേ തമ്പുരാന്, സമ്പത്ത് കൊടുക്കണേ തമ്പുരാന്, നല്ല ജീവിതം കൊടുക്കണേ തമ്പുരാന്, എന്റെ അയൽവാസിക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ. ചെയ്യണേ സഹോദരാ. അതുകൊണ്ട് നീ അസൂയ വെക്കരുത്, അസൂയ ഒരാളോടും നീ വെക്കരുത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്. സ്വഹാബികൾ മുഴുവനും മുത്തി നബിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, സ്വഹാബാ, സ്വർഗ്ഗത്തിന്റെ
സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ സഹാബ? അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? പ്രവാചകനവിടെന്ന് ചോദിക്കുമ്പോ സ്വഹാബികൾ പറഞ്ഞു, കാണണം നബിയേ. ഇനി ഈ പള്ളിയുടെ കവാടത്തിലൂടെ ആരാണോ ആദ്യമായിട്ട് കടന്നു വരുന്നത്, ഈ പള്ളിയുടെ വാതിലിലൂടെ ആരാണോ ആദ്യമായിട്ട് കടന്നു വരുന്നത്, ആ മനുഷ്യന് സ്വർഗത്തിന്റെ അവകാശിയാണ് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയുമ്പോ സ്വഹാബികൾ പള്ളിയുടെ കവാടത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. ആരാണല്ലോ സ്വർഗത്തിന്റെ അവകാശി ആരാ? ജനങ്ങൾ മുഴുവനും പള്ളിയുടെ വാതിലിലേക്ക് നോക്കിയിരിക്കുമ്പോ ഒരു പ്രായമുള്ള മനുഷ്യൻ വരികയാ. ഒന്നുപെടുത്തിട്ട് കേറി വരുന്നുണ്ട്. ഒരു കയ്യിലെ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ടവനായ വൃദ്ധനായ മനുഷ്യൻ പള്ളിക്കകത്തേക്ക് കടന്നു വന്നോ. അല്ലാഹുവേ, പിറ്റേ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ അപ്പോഴും ചോദിച്ചു, സ്വഹാബാ, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? കാണണം നബിയേ. പള്ളിയുടെ വാതിലിലൂടെ ആദ്യമാരാണോ കടന്നു വരുന്നത്, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയോ? സ്വഹാബികൾ മുഴുവനും പള്ളിയുടെ വാതിലിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഇന്നലെ വന്ന അതേ മനുഷ്യൻ അതുപോലെ കിടന്നു വരികയാ. ഒന്നുപെടുത്തിട്ടൊരു കയ്യിലെ ചെരുപ്പം പിടിച്ചുകൊണ്ടൊരു പ്രായമുള്ള വാപ്പ കയറി വരികയാ. പടച്ചവനെ, മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് ചോദിച്ചു, സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? പള്ളിയുടെ കവാടത്തിലൂടെ കടന്നു വരുന്ന ഒന്നാമത്തെ മനുഷ്യനോ? അതേ മനുഷ്യൻ തന്നെയാണ് കടന്നു വന്നത്. പടച്ചവനെ, നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി പോകുമ്പോ ഒരു സഹാബി കൂടെ പോവുകയാണ്. ആ മനുഷ്യനോട് ചോദിച്ച്, ഞാനും നിങ്ങളുടെ കൂടെ ഇന്ന് രാത്രി എന്ന് കടിച്ചു കൊണ്ടിട്ട് അവിടെ കൂടെ പോകുകയാ. പടച്ചവനെ, വീടിനകത്ത് ചെന്നിട്ട് നോക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് സ്വർഗം കിട്ടുന്നത്? സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിരിക്കുകയാണല്ലോ. എന്ത് നന്മയാണ് ചെയ്യുന്നത്? പടച്ചവനെ, പ്രത്യേകമായിട്ടൊരു നന്മയും കാണുന്നില്ല. ചെന്ന് കിടന്നുറങ്ങുകയാ, എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയാ. കൂടെ നടന്നിട്ട് പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഒരു നന്മയും കാണുന്നില്ല. അവസാനം ആ സ്വഹാബി ഉണ്ടല്ലോ, ആ മനുഷ്യനോട് ചോദിക്കുന്ന, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വർഗത്തിന്റെ അവകാശിയെന്ന് കാണിച്ചു തന്നപ്പോ ആ പള്ളിയിലേക്ക് 3 ദിവസവും കടന്നു വന്നത് നിങ്ങൾ തന്നെയോ? നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള നന്മകൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാകാറുള്ള കാരണമെന്തോ? അവിടുന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഞാൻ കുറച്ചു മാത്രമേ നിസ്കരിക്കാറുള്ളൂ, കുറച്ചു മാത്രമേ ഖുർആൻ ഓതാറുള്ളൂ, കുറച്ചു മാത്രമേ എന്റെ കയ്യിലുള്ളതല്ലേ സദഖ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഒരുപാട് നന്മകളൊന്നും എന്റെ ജീവിതത്തിലില്ല. പിന്നെയും എനിക്ക് സ്വർഗം കിട്ടാറുള്ള ഒരേ ഒരു കാരണം എന്തെന്നറിയോ? ഈ ലോകത്തുള്ള ഒരാളോടും എനിക്ക് വെറുപ്പില്ല, ഒരാളോടും എനിക്ക് അസൂയയില്ല. ഈ ലോകത്തുള്ള ഒരു മനുഷ്യനോടും എനിക്ക് വെറുപ്പോ വാസിയോ വൈരാഗ്യമോ അസൂയോ കുശുമ്പോ എനിക്കൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് അല്ലാഹു സ്വർഗം തരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും വേണ്ടത് ഈ ഗുണമാണ്. അല്ലാഹു നിനക്ക് എഴുതിയത് പടച്ച റബ്ബ് നിനക്ക് തന്നെ തരും. നിന്റെ കുടുംബക്കാരനുള്ളത് കുടുംബക്കാരനോ, അയൽവാസിക്കുള്ളത് അയൽവാസിക്കോ, കൂട്ടുകാരനുള്ളത് കൂട്ടുകാരനോ, നാട്ടുകാരനുള്ളത് നാട്ടുകാരനോ. ഒരിക്കലും നിനക്കുള്ളത് അവനും കൊടുക്കൂല, അവനുള്ളത് നിനക്കും അല്ലാഹു തരൂല. അതുകൊണ്ട് പെങ്ങള് അസൂയ വേണ്ട. അയൽവാസിയുടെ വീടിന്റെ വലുപ്പം കണ്ടിട്ട് നീ അസൂയപ്പെടേണ്ട കാര്യമില്ല. നിനക്കെഴുതിയതേ അല്ല തരൂ പെണ്ണ്. അതുകൊണ്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന 3ാമത്തെ വിഭാഗം ആരെന്നറിയോ?
സഹോദരൻ ഇല്ലാത്ത സമയത്ത് ആ സഹോദരന് വേണ്ടി ദുആ ചെയ്ത മലക്കുകളുടെ ദുആ നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, മുത്തുനബി അവിടുന്ന് പറയുകയാണ്, നാലാമത്തെ വിഭാഗമാരോ സ്വഹാബാ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ, അയ്യാല സ്വലാ അയ്യാലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി വിളിക്കുമ്പോ ആ പള്ളിയിലേക്ക് നടന്നു പോകുന്ന വാപ്പാ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടന്നു പോകാറ് എന്ത് പ്രതിഫലമാ ചെറുപ്പക്കാരാ. ഉദവെടുത്തിട്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ നടന്നു പോകുന്ന ഓരോ ചുവട്ടടിക്കും വല്ലാത്ത പ്രതിഫലമാ, ഓരോ ചുവട്ടടിക്കും വല്ലാത്ത പ്രതിഫലമാ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നീ കടന്നു പോകുമ്പോൾ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി നീ നടന്നു പോകുമ്പോ ആകാശ ലോകത്ത് നിന്റെ തലയുടെ മുകളിൽ ഇരുന്നിട്ട് മലക്കുകൾ ദുആ ചെയ്യുന്നു, അല്ലാഹ് ഓരോ ചുവട്ടടിക്കും നന്മ കൊടുക്കണേ അല്ലാഹ്, പാപം പൊറുക്കണേ അല്ലാഹ്, സ്വർഗം കൊടുക്കണേ അല്ലാഹ് എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3 പള്ളിയിലേക്ക് നടന്നു പോകുന്നവർ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.